ക്രിസ്ത്യൻ ബേസ്ഡ് ആണ് ഈ ബാൻഡ്. ഡോക്ടർ റിജോയും ഡോക്ടർ സാമും ഉൾപ്പെടെ ഉള്ളവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പൂർണ്ണമായിട്ടും ഭജൻ പാട്ടുകളല്ല, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകൾ ഭജൻ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതായത് ഇപ്പോൾ കേൾക്കുന്നവർക്ക്, പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും എല്ലാം അവർ സ്ഥിരം കേൾക്കുന്ന പാട്ടുകൾ തന്നെ നമ്മളതിൻ്റെ ഭജൻ്റെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമ്മളത് ചെയ്യുകയാണ്. ക്രിസ്ത്യൻ പാട്ട് അങ്ങനെ അറേഞ്ച് ചെയ്യാൻ ഡോക്ടർ ജോ പറഞ്ഞ പോലെ എളുപ്പമല്ല. ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകൾ അറേഞ്ച് ചെയ്ത് ഭജൻസ് രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഞങ്ങളൊരു 8 വർഷം മുന്നേ ഒരു ക്ലാസിക്കൽ സോങ് മാഷപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്നത് വർക്കൗട്ടായില്ല. നമസ്കാരം. ഭജൻസുകൾ ട്രെൻഡായിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. ഒരു ക്രിസ്ത്യൻ ഭജൻസ് ഒരുക്കിയിരിക്കുകയാണ് തിരുവല്ല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കീസ് ബാൻഡ്. കഴിഞ്ഞ 10 വർഷമായി സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന കീസ് ബാൻഡ് ഇത്തവണ കേരളത്തിൽ ആദ്യമായി തന്നെ ക്രിസ്ത്യൻ ഭജൻസാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും അണിയറ പ്രവർത്തകരെയും നമുക്ക് പരിചയപ്പെടാം. ഇത് കീസ് ബാൻഡിൻ്റെയാണ് ഈ പ്രോഗ്രാം. കീസ് ബാൻഡ് കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാൻഡാണ്. ഇത് ക്രിസ്ത്യൻ ബേസ്ഡ് ആണ് ഈ ബാൻഡ്. ഡോക്ടർ റിജോയും ഡോക്ടർ സാമും ഉൾപ്പെടെ ഉള്ളവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഭജൻ കൺസെപ്റ്റിൽ ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഈ അടുത്ത് തന്നെ പ്രസിദ്ധമായ ദേവാലയങ്ങളിലൊക്കെ പോകാനും പാട്ടുകൾ പാടാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെയാണ് പുതുപ്പള്ളി പള്ളിയിലും ഇന്ന് പെരുന്നാളിനോടനുബന്ധിച്ച് കീസ് ബാൻഡിൻ്റെ ഈ ഭജൻ നൈറ്റ് ഇവിടെ ക്രമീകരിക്കുന്നത്. ആരൊക്കെയാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ? ഡോക്ടർ സാമാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ഹെഡായിട്ട് നിൽക്കുന്നത്. ഡോക്ടർ റിജോയാണ് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഹെഡ് ചെയ്യുകയും ആ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നത് കീസ് ബാൻഡ്. ഈ മേഖലയിലേക്ക് വന്നിട്ട് എത്ര കാലമായി ഭജൻസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക്? ഇത് കഴിഞ്ഞ 1 വർഷത്തിൽ കുറഞ്ഞേ ആവുന്നുള്ളൂ. ഇപ്പം ഈ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം. അപ്പം അങ്ങനെ ഒരു ആർട്ട് ഫോമായിട്ട് നിൽക്കുമ്പോൾ ഈ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന കീസ് ബാൻഡോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും, ഞങ്ങളെല്ലാവരും അങ്ങനെ ചേർന്ന് ഇപ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പല ഇടങ്ങളിലുള്ളവരാണ് ഇങ്ങനെ ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും കൂടുതലായിട്ട് സെൻട്രൽ കേരളയിലുള്ളവർ, സെൻട്രൽ ആൻഡ് സൗത്ത് കേരളയിലുള്ളവരാണ് ആർട്ടിസ്റ്റുകളെല്ലാവരും. അവർ വ്യത്യസ്തമായ രീതിയിൽ മ്യൂസിക് ഫീൽഡിലുള്ളവർ തന്നെയാണ്, പ്രൊഫഷണൽസ് ആണ് കൂടുതലും. അവർ ഒന്നിച്ച് ഇങ്ങനെ ഒരു ഭജൻ കൺസെപ്റ്റിൽ ഞങ്ങൾ ഒന്നിച്ചിപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു കീസ് ബാൻഡോട് ചേർന്ന്. 2 ഡോക്ടർമാരുണ്ടല്ലേ? 2 ഡോക്ടേഴ്സ് ഉണ്ട്. ഒരു മെഡിക്കൽ ഡോക്ടേഴ്സാണ്. എന്നാൽ അതിൻ്റെ പ്രൊഫഷനോട് ചേർന്നാണ് അവർ ഈ കീസ് ബാൻഡ് തുടങ്ങി കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഡോക്ടേഴ്സാണ് 2 പേരും. നിങ്ങളുടെ പ്രൊഫഷണലിനൊപ്പം തന്നെ ഈ കലാപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ? അതെ 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 നമ്മൾ ഭജൻ ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭജൻ പാട്ടുകളല്ല നമ്മൾ പാടുന്നത്. പൂർണ്ണമായിട്ടും ഭജൻ പാട്ടുകളല്ല, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകൾ ഭജൻ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതായത് ഇപ്പോൾ കേൾക്കുന്നവർക്ക്, പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും എല്ലാം അവർ സ്ഥിരം കേൾക്കുന്ന പാട്ടുകൾ തന്നെ നമ്മളതിൻ്റെ ഭജൻ്റെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമ്മളത് ചെയ്യുകയാണ്. നമ്മൾ ഇലക്ട്രോണിക് മ്യൂസിക് അങ്ങനത്തെ സംഭവങ്ങൾക്ക് ഒഴിവാക്കിയിട്ട്, അപ്പം കേൾക്കുന്നവർക്ക് ഇത് വേറെ ഏതോ പാട്ടുകൾ എന്നുള്ളൊരു രീതിയിൽ അവർക്ക് ആസ്വദിക്കാതിരിക്കാൻ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. അവർക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാകും. കാരണം അവർക്ക് ചെറുപ്പം മുതലേ കേൾക്കുന്ന പാട്ടുകൾ തന്നെ നമ്മൾ ഈ രീതിയിൽ പാടുന്നു എന്നുള്ളതല്ല, ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഓരോ പാട്ടുകളും അതിൻ്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വിശ്വാസികൾക്ക് നല്ലോണം അത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളിത് ആസ്വാദന ഭംഗി. അതെ 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 അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മൊത്തം സൗണ്ടും ബാക്കി അറേഞ്ച്മെൻറ്റ്സും ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഡോക്ടർ സാമാണ്. ഭജൻസ് ട്രെൻഡായതാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് നിങ്ങൾ കടന്നത്? ഞങ്ങളൊരു 8 വർഷം മുന്നേ ഒരു ക്ലാസിക്കൽ സോങ് മാഷപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്നത് വർക്കൗട്ടായില്ല. പക്ഷേ ഈ സമയത്ത് ഭജൻസിൻ്റെ ഒരു ഭജൻസിൻ്റെ ഒരു വേവ് ഇന്ത്യ മുഴുവൻ അടിക്കുന്നുണ്ട്. ആ ഒരു വേവ്സിൻ്റെ പുറകിൽ ഞങ്ങളും ഒരു ഭജൻ കൺസെപ്റ്റോട്ട് വർക്കൗട്ട് ചെയ്തു. ക്രിസ്ത്യൻ പാട്ട് അങ്ങനെ അറേഞ്ച് ചെയ്യാൻ ഡോക്ടർ ജോ പറഞ്ഞ പോലെ എളുപ്പമല്ല. ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകൾ അറേഞ്ച് ചെയ്ത് ഭജൻസ് രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയുണ്ട്. സപ്പോർട്ടുണ്ടോ പള്ളികളിലൊക്കെ? പിന്നെ ഭയങ്കര സപ്പോർട്ട്. ഞങ്ങൾ 2 പരിപാടിയാണ് ചെയ്യുന്നത്. ഇന്ന് ഇപ്പോൾ ആദ്യം മണർകാട്, അത് കഴിഞ്ഞിട്ട് രാത്രി ഇവിടെ വന്ന് പുതുപ്പള്ളിയിൽ. 2 പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഞങ്ങൾ സൗണ്ട് ചെക്ക് കഴിഞ്ഞു ഇവിടെ നേരെ മണർകാട് പള്ളിയിൽ. ഇവിടെ 9:39 ആ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഇവരുടെ പാട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ട്രെൻഡ് ആവുന്നുണ്ട്. ഇനിയും അടുത്ത തരംഗമാകാൻ ഒരുങ്ങുകയാണ് കീസ് ബാൻഡിൻ്റെ ക്രിസ്ത്യൻ ഭജൻസ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.